നമുക്കറിയാം, ക്രിസ്മസ് അടുത്തു, സമീപിച്ചു, ക്രിസ്മസിലായി. ഒന്നാം വായനയിൽ നമ്മൾ കേട്ടത് മലാക്കി പ്രവാചകൻ എഴുതിയിരിക്കുന്ന വചനങ്ങൾ. യോഹന്നാൻ മാപ്നാനായ്ക്കും തൊട്ടു മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ ആണ്. നിശ്ചയമായിട്ടും അതുകൊണ്ടാണ് യോഹന്നാനെ പറ്റിയുള്ള ഒരു പ്രവചനം അതിൽ ഉണ്ട്. ഇനിയും അവിടെ പറഞ്ഞ ചില വാക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അതായത് വഴിയൊരുക്കാൻ വരുന്നവൻ. നമുക്കറിയാം, വഴിയൊരുക്കാൻ വന്നവൻ സ്നാപകയോഹന്നാൻ. നമുക്കറിയാം, നേരെയാക്കുക, പരുപരുത്തുക, മിനുസപ്പെടുത്തുക, കുന്നുകൾ വെട്ടി നിറപ്പെടുത്തുക, കുഴികൾ നേരെയാക്കുക, നിറയ്ക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വഴിയൊരുക്കുന്ന ആ വ്യക്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അല്പം കൂടെ ആഴത്തിൽ ആണ്. ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ സന്ദേശമാണ് മക്കളെ, മറക്കരുത്. അത് ഉലയിലെ അഗ്നി. നമുക്കറിയാം, വലിയ തീക്കകത്താണ് ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി ഉണ്ടാക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നവർ ചിന്തിച്ചു മനസ്സിലാക്കുക. അതുപോലെ അലക്കുകാരൻ്റെ കാരം. ഇന്നത്തെ പോലുള്ള അലക്ക് സംവിധാനമൊന്നുമുള്ള കാലമല്ല. കാരം നമ്മളൊക്കെ ഉപയോഗിക്കാറില്ലേ? കാരം വെച്ചായിരുന്നു നമ്മൾ തുണി അലക്കിയിരുന്നത്. എന്നിട്ടായിരുന്നു വെണ്മയുള്ള വസ്ത്രം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ധരിക്കുന്നത്. അപ്പോൾ പറയാണ്, അതുപോലെ നമ്മളെ അതെ ശുദ്ധീകരിക്കും. സ്വർണം പോലെ, വെള്ളി പോലെ. ആരെ ശുദ്ധീകരിക്കും? ലേവി പുത്രന്മാരെ. ലേവിയരായിരുന്നു പുരോഹിത വർഗം. അതുകൊണ്ടാണ് ലേവി പുത്രന്മാർ. ഇനിയും അത് പുരോഹിതൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നോക്കുന്ന 3 പേര്, 3 പുരോഹിതന്മാർ ഉടുപ്പ് കൂട്ടിയിരിക്കുന്നു. നിങ്ങളാണ് പുരോഹിതർ, രാജകീയ പുരോഹിതർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാം ലേവി പുത്രരാണ്. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് വേളയിൽ എന്തിനാണ് ഇങ്ങനെ കാരമിട്ട് അലക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്വർണത്തെ ഉരുക്കുന്ന പോലെ തീക്കകത്ത് നമ്മളെ ഉരുക്കുന്നത് ബലികൾ അർപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഉചിതമായ ബലികൾ അർപ്പിക്കുവാൻ. നോക്കൂ, ബലിസമർപ്പണത്തിൻ്റെ അർത്ഥം വീണ്ടും നോക്കൂ, മനസ്സിലാക്കുന്നു. ഇതാണ് ക്രിസ്മസ്. ബലിയർപ്പണം, ക്രിസ്തുമസ്, ക്രിസ്തുവിൻ്റെ മാസ്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ തട്ടാനല്ല. അതെ, തട്ടാന്മാരെ സ്വർണ്ണം ഉരുക്കിയിട്ട് അത് പൂർണ്ണമായി ഉരുകി ശുദ്ധീകരിച്ചു എന്നറിയാൻ അവൻ അതിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖം കാണാമെങ്കിൽ പൂർണ്ണമായി ശുദ്ധീകരണം എന്ന്. അപ്പോൾ നാമും ഇപ്രകാരം ഈ ലോകത്തിലെ സഹനങ്ങളൊക്കെ സഹിച്ച്, ഈ ഭൗമികമായ സഹനങ്ങളെ ആത്മീയ ശരീരം കൊണ്ട് അതിജീവിച്ച് ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി, ഈ ആന്തരിക മനുഷ്യനിൽ ഈശോ നോക്കണം, മുഖം കാണാവൂന്ന്. ഹല്ലേലൂയ. ഇതാണ് യേശുവിനെ മുഖാമുഖം സ്വർഗത്തിൽ കാണുക എന്ന് പറയുന്നത്. ഇപ്പം കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നത്, അതാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതാണ്ട് പോലെ കാണുന്നു. ഏതാണ്ട് പോലെ കാണുന്നത് നേരിട്ട് കാണുന്നതാണ് ഈ നമ്മുടെ ശരീരത്തോട് വിട വാങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് അഭൗമികമായ, അശരീരമായ, കണ്ടു കാണാൻ പാടില്ലാത്ത നമുക്കൊരു ശരീരമുണ്ട്. അത് കാണും. ആ ശരീരത്തിലൂടെ കാണും, കേൾക്കും, തൊടും. ഹല്ലേലൂയ. ആ രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടപ്പോൾ ശക്തി ഒഴുകിയത് പോലെ അവൾ വിശ്വാസത്തിലൂടെയാണ് തൊട്ടത്. അവളുടെ ആന്തരിക മനുഷ്യനാ തൊട്ടത്. ധാരാളം പേർ കർത്താവിനെ ഞെരുക്കി, ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. ശരീരം കൊണ്ടുള്ള ഉരച്ചിലായിരുന്നു. എന്നാൽ അവൾ ശരീരം കൊണ്ട് കർത്താവിനെ തൊട്ടേയില്ല. എന്നാൽ കർത്താവിന് ശക്തി ഒഴുകി. കാരണം അവളുടെ ആത്മീയ ശരീരം, അന്തരാത്മാവൻ നമ്മൾ പറയും, ആത്മീയ മനുഷ്യത്വം, ആത്മീയ വ്യക്തിത്വം തൊട്ടു. ശക്തി ഈശോയിൽ നിന്ന് പുറപ്പെട്ടു. ചൈതന്യം കടന്നു വന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ധ്യാനത്തിൽ പറഞ്ഞ വിഷയം
മക്കളെ, മാനസാന്തരം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് അത് കണ്ടു മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ദേശത്തെ നാശമെല്ലാം പോകും. അത് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഇന്ന് കേരളത്തെ ക്രിസ്ത്യാനികളെപ്പറ്റിയായിരുന്നു പ്രത്യേകിച്ച് മലാക്കി പ്രവചിച്ചത്. ഇന്ന് മാതാപിതാക്കന്മാരാർക്കും വേണ്ടാത്തൊരു കാലമല്ലേ. പറ്റുമെങ്കിൽ അവരെ കൊന്നേക്കാം. രോഗമാണെങ്കിൽ ദൈവം വല്ല നേഴ്സിനെയോ ആരെങ്കിലും പിടിച്ച് നിർത്തിയേക്കാം. അല്പം സ്നേഹം ആ മുല കുടിപ്പിച്ച് അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയ്ക്ക് സ്നേഹം കൊടുക്കാൻ. ഒരു തളർന്നു കിടക്കുകയായിരിക്കാം, ഒന്ന് വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതിന് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഈശോയുടെ പുൽക്കൂട്ടിൽ നോക്കുമ്പോൾ കാണുന്ന എന്താണെന്നറിയാമോ? പങ്കുവയ്ക്കുന്ന സ്നേഹം. സ്നേഹം എപ്പോഴും പങ്കുവയ്ക്കുന്ന സ്നേഹമുള്ളത് അതിൽ തന്നെ ഇരിക്കില്ല, കൊടുക്കും. ദൈവം സ്നേഹമാകണം, തന്നെയാണ് പങ്കുവെച്ചത്. അതാണ് നമ്മൾ പുൽക്കൂട്ടി കാണേണ്ടത്. ഈശോ പറഞ്ഞത് പങ്കുവെച്ച് നമുക്കായി തന്നത്തെ നൽകാൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഞങ്ങൾ പങ്കുവെക്കാൻ തയ്യാറൊന്നുമല്ല. എൻ്റെ ജീവിതം എൻ്റെ ജീവിത പങ്കാളിയായിട്ട് പോലും പങ്കുവെക്കാൻ ഞാൻ തയ്യാറല്ല കർത്താവേ. എന്നാലും ഞാൻ കത്തോലിക്കനാണ് കേട്ടോ. ഞാൻ അത് ബ്രാഹ്മണ കുടുംബത്തിലെ ആണ്ടത് മാതാപിതാക്കന്മാർ. അതെ, ഞങ്ങൾ വലിയ കത്തോലിക്കരാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ അഹങ്കാരം. പങ്കുവയ്ക്കാത്ത സ്നേഹമല്ല. ഈശോ പങ്കുവെച്ച സ്നേഹം നമ്മൾ കുരിശിലാണ് കാണുന്നത്. ആ കുരിശിലാണ് നമുക്കറിയാം ഈ പുൽക്കൂട് പൂർത്തീകരിക്കുന്നത്. തൻ്റെ ശരീരത്തിൽ നമ്മുടെ അപാകതകളും വേദനകളും സങ്കടങ്ങളും എല്ലാം ഏറ്റെടുത്ത്, ഏത് ശരീരത്തിൽ? അമ്മയുടെ വയറ്റിപ്പിറന്ന ആ മനുഷ്യ ശരീരത്തിൽ. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടി നമ്മൾ ആന്തരിക മനുഷ്യൽ നഷ്ടമായതിനെ തിരിച്ചു തന്ന് ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. ഇത് വലിയൊരു കാര്യമാണ് മക്കളെ. ആഴമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി നെഞ്ചത്ത് കൈവച്ച് ജീവിക്കേണ്ടതാണ്. ഞാൻ ആരാണ്? ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ്. പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ആ കാൽവരി കുന്നിൽ മരിച്ച ഈശോ എന്നിൽ ജീവിക്കുന്നു. ആ ഉദ്ധാനം ചെയ്ത ഈശോ എന്നിൽ ജീവിക്കുന്നു. ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ, എമ്മാനുവേൽ. നമുക്കറിയാം, മാതാവിനോടും ഔഷപിതാവിനോടും യേശുവിന് പേരിടണം എന്ന് പറഞ്ഞു. ഔഷപിതാവ് നിർബന്ധമായിട്ട് പറഞ്ഞു, അവനെ എമ്മാനുവേൽ എന്ന് വിളിക്കണം. ദൈവം നമ്മോട് കൂടെ. നമുക്കറിയാം, അത് കൈമോശം വന്നത് പർദീസായ. അന്ന് മുതൽ ദൈവാനുഭവം ഇല്ലാതെ മനുഷ്യൻ ജീവിച്ചു. അത് കണ്ട് അരിവ് തോന്നി തൻ്റെ ഏകജാതനെ അയക്കുന്നു. അതാണ് ക്രിസ്മസിൻ്റെ വലിയൊരു സന്ദേശം. എന്തിന്? ദൈവം നമ്മോടുകൂടി ആവാനായിട്ട്. അതുകൊണ്ടാണ് ദൈവബലിയുടെ സമയത്ത് എത്ര തവണയാണ് അച്ഛന്മാർ പറയുന്നത്, കർത്താവ് നിങ്ങളോടുകൂടെ. ഹല്ലേലൂയ. അതെ, അതിനർത്ഥമുണ്ട്. ചുമ്മാ അച്ഛന്മാർ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറാൻ പറയുന്നതല്ല. ഹല്ലേലൂയ. അതെ, അർത്ഥപൂർണമായിട്ട് ബലിയുടെ ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, കർത്താവ് നിങ്ങളോട് കൂടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. എമ്മാനുവേലുണ്ട്. ആ എമ്മാനുവേലിനെ ഞാൻ തൊട്ട് കണ്ട് അനുഭവിക്കുന്നതാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം. അതെ, നമ്മൾ കണ്ടു. അതെ, യോഹന്നാൻ്റെ പ്രസംഗത്തിൽ യോഹന്നാനെ പറ്റി പറഞ്ഞിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ അത്ഭുതം സംഭവിച്ചത് നമുക്കറിയാം. കർത്താവിനെ അല്പം സംശയിച്ചു. അവൻ അപ്പനാകുമെന്ന് പറഞ്ഞപ്പോൾ, ഭാര്യ ഗർഭിണിയാകും, യോഹന്നാൻ എന്ന് വിളിക്കപ്പെടുന്നവൻ പിറക്കുമെന്ന് പറഞ്ഞപ്പോൾ സംശയിച്ചു. ഒരു കൊച്ചു പാപം, കിട്ടിയ ശിക്ഷയോ ഊമനായിപ്പോയി. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണേ, ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായിട്ട് കൊണ്ടുവന്നു. യോഹന്നാൻ 9. അപ്പോൾ അവർ ചോദിച്ചു, ഇവൻ ജന്മന അന്ധനായത് ഇവൻ്റെ പാപം കൊണ്ടാണോ അത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ? ഹല്ലേലൂയ. രോഗങ്ങൾ പാപത്തിൻ്റെ പരിണിതഫലങ്ങൾ ആവും. ജൂതനാകട്ടെ, യഹൂദനാകട്ടെ, ഗ്രീക്കുകാരനായിരിക്കട്ടെ, സുറിയാനിക്കാരനാകട്ടെ, ലത്തീൻകാരനാകട്ടെ, വെളുത്തവനാകട്ടെ, കറുത്തവനാകട്ടെ, കൊച്ചാകട്ടെ, വലുതാകട്ടെ, ആരായാലും പാപം ചെയ്യുന്നവൻ തീർച്ചയായും അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. ഹല്ലേലൂയ. അതെ, ആ ചെറുപാപം നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്കറിയാം. മൂശ
ഇച്ചിരി അധികപ്രസംഗം കാണിച്ചേ ഉള്ളൂ. അവനോട് പറഞ്ഞു, വടിയെടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കൂ, പാറയിൽ നിന്ന് വെള്ളം വരുമെന്ന്. പുള്ളി അല്പം അഹങ്കാരത്തോടെ ആ വടി പാറയിൽ അടിച്ചു. ഒരു ചെറിയ തെറ്റ് ആ വികാരത്തിൽ ചെയ്തു, വലിയ ശിക്ഷ കിട്ടി. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വചനവും പ്രഘോഷിച്ചാട്ടും തട്ടും എല്ലാം കിട്ടിക്കൊണ്ട് നമുക്കറിയാം, നദിയും കടന്ന് ഇസ്രായേൽക്കാരെ അക്കരയ്ക്കും കടത്തി. എന്നിട്ട് ആ നാട് കാണാൻ അനുവദിച്ചില്ല. ഈ കൊച്ചു പാപം, നമ്മളൊക്കെ കൊച്ചു പാപം. എല്ലാ പാപവും ഒന്നാണ് മക്കളെ. പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, കൊച്ചായാലും വലുതായാലും. ഇത് സഭയിൽ ഇങ്ങനെ കാറ്റഗീഷ്യത്തിൽ ചെറുപാപം, ലാവദോഷം, മഹാപാപനൊക്കെ അങ്ങ് തിരിച്ചെന്ന് മാത്രം. ഒറ്റ പാവേ ഉള്ളൂ. അത് ദൈവകൽപ്പനയുടെ ലംഘനം. ചിന്തയിലാകാം, ചെറുതാകാം, വലുതാകാം. എല്ലാത്തിൻ്റെയും ഫലമൊന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു, വേർതിരിക്കപ്പെട്ടു, മുറിച്ചു നീക്കപ്പെട്ടു. പിന്നെ എന്തിനുള്ള അത് തീയിലിട്ട് കത്തിക്കളയാൻ. അത് വളരെ വ്യക്തമായിട്ട്, ഞാൻ മുന്തിരിയാകുന്നു, നിങ്ങൾ ശാഖകളാകുന്നു, ഫലം പുറപ്പെടുവിക്കാതെ മരച്ചു നിന്നാൽ തീഷ്ണതയില്ലാത്തവരായ വെട്ടിക്കളയും. പക്ഷേ പല ക്രൈസ്തവരെ ഇന്ന് വെട്ടിക്കളഞ്ഞവരാണെന്ന് ഞാൻ പറയും. അതപ്പോൾ വായിന്ന് തുപ്പിക്കളഞ്ഞവരാ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ചൂടുമില്ല തണുപ്പുമില്ല, മനോഷ്ണനായി, ഒരു തീഷ്ണതയും വിശ്വാസത്തിലോ ദൈവസ്നേഹത്തിലോ ഇല്ല, അങ്ങ് പോകുന്നു യാന്ത്രികമായിട്ട്. ഹല്ലേലൂയ. ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ഞാൻ നിങ്ങളോട് 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് പറയുകയായിരുന്നു. അത് തീഷ്ണതയുടെയാണ്, ദൈവസ്നേഹത്തിൻ്റെയാണ്, കത്തിജ്വലിക്കുന്നതാണ്. യേശുവിനോട് ചേർന്ന് ആ തീവ്രവാദിയായ സൗള് പൗലോസായി മാറിയിട്ട്, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് ഉച്ചസ്ഥൈര്യം പറയാൻ സാധിച്ചവനാണവൻ. ഇതാണ് മാനസാന്തരം. ഇതാണ് ആദ്യമേ കർത്താവ് പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ രാജ്യം വരണമേ. എത്രയോ തവണ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈ രാജ്യം എന്തെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയുള്ളതാണ് ദൈവരാജ്യം. ദൈവരാജ്യം അവിടുത്തെ പുത്രനിൽ ആണ്. അവിടുത്തെ പുത്രനെ സ്വന്തമാക്കുന്നവൻ ദൈവരാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു. 1 യോഹന്നാൻ 5:11-12. ഹല്ലേലൂയ. ഈ സ്വന്തമാക്കൽ നമ്മുടെ ജീവിതത്തിൽ തുടരണം. നമ്മൾ ആദ്യം സ്വന്തമാക്കിയത് നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൽ. ആ ജ്ഞാനസ്ഥാനത്തിൽ വരപ്രസാദം, കൃപ. ഹല്ലേലൂയ. ഈ കൃപ നൽകുന്നവനാണ് നാളെ നിങ്ങൾ പുൽക്കൂട്ടി കാണേണ്ടത്. ഇത് ആഘോഷത്തിലല്ല, തിരുനാൾ ആഘോഷത്തിലല്ല, അല്ലെങ്കിൽ വെടികെട്ടിലല്ല, അല്ലെങ്കിൽ നക്ഷത്രത്തിലല്ല, പുൽക്കൂടുണ്ടാക്കലിലല്ല ക്രിസ്മസ്. ഞാൻ വീണ്ടും പറയാണ്, ഇപ്പം തന്നെ ആഘോഷങ്ങളൊക്കെ നിർത്തും, ഇനിയും ബാക്കിയൂടെ. ഞാൻ ഇന്നത്തെ ന്യൂസ് കേട്ടപ്പം ബിൽജിരിച്ചിനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ്റെ പണി തീർന്നു, ഈ കാരിശ്ഭവനൊക്കെ അടച്ചു പോകും. ഇങ്ങനെയെല്ലാം അടയ്ക്കും. കാരണം ഹൈന്ദവ രാഷ്ട്രം ഇവിടെ മതപരിവർത്തനമാണ് നടത്തുന്നെന്ന് ആരോപിക്കും. ഒരുപക്ഷേ ഇവിടെയുള്ള അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യും അതിനു വേണ്ടി. കാരണം നിയമം വരുന്നു, മതപരിവർത്തനം പാടില്ല. ആ മതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. അത് ഞാൻ സ്ലൊവേനിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ കഴിഞ്ഞ പോക്കിൽ, കഴിഞ്ഞ ട്രിപ്പിൽ ഏറ്റവും വലിയ കൺവെൻഷൻ കൊടുത്തത് 15,000 പേരുണ്ടായിരുന്നു. ആ രാജ്യത്ത് 25 ദശലക്ഷം ആളുകളേ ഉള്ളൂ. അവിടെയാണ്, കൊച്ചു രാജ്യമാണ്, എന്നാൽ വളരെ തീഷ്ണതയുള്ള ഒരു ക്രൈസ്തവ രാജ്യം. അതുകൊണ്ടാണല്ലോ 15,000 പേര് ഒന്നിച്ചു കൂടിയത്. അപ്പോഴാണ് ഗവൺമെൻറ് ഒരു തീരുമാനം, ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. അതായത് ദയാവധം നിയമപരമാക്കുക എന്ന് പറഞ്ഞാൽ കാരണവന്മാരെല്ലാം കൊല്ലുക. ഹല്ലേലൂയ. പ്രായമുള്ളവരെ വേണ്ട. അപ്പോൾ ആ ബില്ലിന് റഫറാന്തം വോട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ആർച്ച് ബിഷപ്പ് പറഞ്ഞു, അച്ഛ ഇതൊന്ന് സംസാരിക്കണേ അച്ഛൻ്റെ ധ്യാനത്തിൽ. അത് അച്ഛൻ്റെ വിഷയമല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ വിഷയമാണ്. ഞാൻ ജീവന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഈശോ വന്നാൽ ജീവൻ നൽകാനാണ്, ജീവൻ്റെ പൂർണ്ണത നൽകാൻ. കണിച്ചു മാറ്റം ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ,
വോട്ടിൽ ഗവൺമെൻറ് പക്ഷം തോറ്റുപോയി. അതായത് ബില്ല് പാസ്സാക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ പട്ടാളം അഥവാ പോലീസ് ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു, ഇനിയും ഈ ബില്ലിനെതിരായിട്ട് സംസാരിച്ച ആ ഇന്ത്യക്കാരൻ വൈദികനെ ഈ രാജ്യത്ത് കയറ്റാനോ പറ്റില്ല എന്ന് പിതാവിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുക ഒരു സെക്കൻഡ് റെഫറാന്തം, രണ്ടാമതും വോട്ടെടുക്കാൻ. അച്ഛാ പ്രാർത്ഥിക്കണേ, രണ്ടാമതല്ല 10 തവണ എടുത്താലും ആ ബില്ല് പാസ്സാക്കാതിരിക്കാൻ. ഹല്ലേലൂയ. കാര്യം വചനത്തിന് ശക്തിയുണ്ട് മക്കളെ, പക്ഷേ വചനത്തിന് വേണ്ടി സഹിക്കണം. അതെ, അവിടെ പല അച്ഛന്മാരും എൻ്റെ ഒരു കൺവെൻഷൻ അടുത്ത കൊല്ലം നടത്താൻ ആഗ്രഹിച്ചു. പക്ഷേ സമ്മതമില്ല ഗവൺമെൻറ്റിൽ നിന്ന്, എനിക്കവിടെ കയറാൻ മേല. കുഴപ്പമില്ല, നല്ല കാര്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സത്യം വിളിച്ചു പറയുകയും സത്യത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ കണിശമായിട്ടും ക്രൂശിക്കലും വേദനകളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധതയെപ്പറ്റി ഈ 3 ദിവസവും പറഞ്ഞത്. എൻ്റെ മക്കളെ, നമ്മുടെ വക്രതയും നമ്മുടെ മൂടിവെപ്പും മുഖം മൂടിയെല്ലാം മാറ്റി സത്യസന്ധതയുള്ള സത്യക്രിസ്ത്യാനികളായി, ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാം. പീഡനമുണ്ടാകും. ആ പീഡനത്തിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഏതാനും പേര് അവർ പിന്നീട് കൈസ്വാരം ഉണ്ടാക്കും. ഹല്ലേലൂയ. അവർ വേറെ പോട്ടെ ഉണ്ടാക്കും. ഇപ്പോഴത്തെ എല്ലാം പോക്കടിക്കും, ഗവൺമെൻറ് നിരോധിക്കും. ഈ ഗവൺമെൻറ്റിന് പോവും, അധികാരവും പ്രഭുത്വം എല്ലാം പോവും. അതെ, ഇപ്പോഴത്തെ ഭൗമിക അധികാരങ്ങളെല്ലാം തകർക്കപ്പെടുമെന്ന് 1 കൊറിന്തോസ് അധ്യായം 15-24 പറയുന്നുണ്ട് ലോകാവസാനത്തെപ്പറ്റി. താൻ തനിക്കുള്ളവരെ, കൃപയുള്ളവരെ വേർതിരിച്ച് തൻ്റേതാക്കി രാജ്യം പിതാവിനർപ്പിക്കും. അപ്പോൾ എല്ലാ പ്രഭുത്വങ്ങളും എല്ലാ അധികാരങ്ങളും ഇല്ലാതാകും. ഏക രാജാവ് യേശുവാകും, ഏകരാജ്യം യേശുവിൻ്റേതാകും. ഹല്ലേലൂയ. നീയും ഞാനും അതിലെ ഒരു അംഗമായിരിക്കണം. അതാണ് നോക്കി പാർത്തിരിക്കേണ്ടത്. ഈ പറഞ്ഞ രൂപതകളും ഇടവകകളും റീത്തുകളും എല്ലാം പൊക്കടിക്കും. ഈ അധികാരം എല്ലാം പോവും. ഞങ്ങളുടെ ലോകയും പോകും, ബ്രാക്കന്മാരുടെ തൊപ്പിയും പോവും. അതുപോലെ തന്നെ ഈ മന്ത്രിമാരുടെ സ്ഥാനവും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പൊക്കടിക്കും. അധികാരമെല്ലാം പോവും. അതിന് തകർച്ചയുടെ കാലമുണ്ടാകും. എന്നാൽ യേശുവിൻ്റെ ആത്മാവിൽ ജനിച്ച യേശുവിൻ്റെതായ കൃപയിൽ ജീവിക്കുന്നവരെ ഒന്നിച്ചു കൂട്ടും ആ രാജ്യം. നമുക്കത് കാണാം. നമ്മൾ ഹെബ്രായക്കാർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ അദൃശ്യമായ രാജ്യത്തെ ദൃശ്യമായതുപോലെ കണ്ട് നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം, ജീവിക്കാം. ഹല്ലേലൂയ. ഒരിക്കലും വചനം നുണ പറയുന്ന അല്ല. വചനം സത്യമാണ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും വചനം കടന്നുപോയില്ല. കർത്താവ് ഒരിക്കലും ഒരു നുണ പറഞ്ഞിട്ടില്ല. അവൻ സത്യമാണ്, സത്യനാണ്. ജീവനും വഴിയും സത്യവും അവനാണ്. വിശ്വസിക്കൂ മക്കളെ, എങ്കിൽ ഇതൊക്കെ സംഭവിക്കും. നമ്മളിപ്പോൾ സംഭവിക്കുന്ന പലതും അയ്യോ ദൈവമേ, ഒരു 10 കൊല്ലം മുമ്പ് പറയാതെ പറഞ്ഞു, ഓ ഇവിടെയോ ആരാ മരവിടത്ത് പോണേ, ഇവിടെ ആരാണ് ക്രിസ്മസ് കരോൾ തടയാൻ പോകുന്നത്, ആരാണ് പള്ളി പൊളിക്കാൻ പോകുന്നത്? ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഉള്ളിടത്തോളം കാലം ഒറ്റപ്പള്ളി ഒരുത്തം തൊടുക എന്ന് പറയുമായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്. ഇപ്പോഴോ അതെ, നമുക്കറിയാം നമ്മുടെ അരക്ഷിതത്വം വർദ്ധിക്കുന്നു. ഒരു സെക്യൂരിറ്റി നമുക്കില്ല. കർത്താവിൽ എൻ്റെ ആശ്രയം എന്ന് പാട്ടുപാടും, പക്ഷെ കർത്താവിലല്ല ആശ്രയം. വിദേശത്തെ പണമോ സ്വദേശത്തെ പണമോ വലിയ ജോലിയോ വലിയ കാറ്, ഒത്തിരി ആഭരണം, ഇങ്ങനെ പലതുകൊണ്ട് നമ്മൾ ആശ്രയിക്കുന്നത്. ഇതെല്ലാം എടുക്കും. ഹല്ലേലൂയ. ഒടുവിൽ അലക്സാണ്ടർ ചക്രവർത്തിയെ അടക്കിയത് പോലെ എല്ലാം ദിഗ്വിജയിയായിരുന്ന ചക്രവർത്തി ഒരിക്കലും ഓർത്തില്ല സൂക്കേട് വരും, മരിക്കുമെന്ന്. ക്യാൻസർ വന്നു, രക്ഷയില്ല. വിദഗ്ധന്മാർ എല്ലാ ലോകത്തു നിന്നും വന്നിട്ട് ഒരു രക്ഷയില്ല. പോക്കടിച്ചു എന്നറിഞ്ഞു. അപ്പോൾ കൂടെയുള്ള പട്ടാളക്കാട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. പോകുമ്പം എൻ്റെ ശവമഞ്ചത്തിൽ എൻ്റെ 2 കൈയും പുറത്തിട്ടേ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകാവൂ. ജനങ്ങൾ കാണട്ടെ, ദിഗ്വിജയിയായ ചക്രവർത്തിയായ ഞാൻ, ലോകങ്ങൾ പിടിച്ചു കുലുക്കി പിടിച്ചമർത്തി എൻ്റെ കീഴിലാക്കിയ ഞാൻ ഒന്നുമില്ലാതെ പോകുന്നു. ഹല്ലേലൂയ.
ഇത് ഒരു വലിയ സത്യം. പക്ഷെ നമുക്കങ്ങനെ കൈമലർത്തി പോകരുത്. അലക്സാണ്ടറിനെ പോലെ ശുദ്ധമണ്ഡലാകരുത്. കൈകൾ കൂപ്പി തന്നെ, കൈകൾ നെഞ്ചത്ത് വെച്ച് ഈശോയോട് കൂടെ വേണം പോകാൻ. ആമേൻ, ഹല്ലേലൂയ. അതെ, ഞാൻ ഈശോയെ സ്വന്തമാക്കി, ഞാൻ യേശുവിനോടുകൂടി എമ്മാനുവേലിൻ്റെ കൂടെ പോകുന്നു. ഈ ബോധ്യമനുസരിച്ചുള്ളൊരു ജീവിതവും ഈ ക്രിസ്മസ് വേളയിൽ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ഇത് എൻ്റെ ആശംസയും പ്രാർത്ഥനയും ആണ്. ഓർക്കുക, ബലി അർപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കും. 1 യോഹന്നാൻ 3:1 മുതൽ 3 വരെ പറയുന്ന പോലെ അവിടുത്തെ ഇഷ്ടം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ്. നാം എന്തായിത്തീരും എന്ന് നമുക്കറിഞ്ഞുകൂടാ, നാം ആരായിത്തീരുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, നാം അവിടുന്ന് ആയിരിക്കുന്ന പോലെ അവിടെ കാണും, നാം മുഖാമുഖം അവിടുത്തെ കാണും. ഈ പ്രതീക്ഷയുള്ളവർ ദൈവം വിശുദ്ധിയിലായിരിക്കുന്ന പോലെ വിശുദ്ധിയിൽ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കളെ, അതൊരു ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു വന്നു. നാളെ ക്രിസ്മസിൻ്റെ സന്ദേശത്ത് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയും. കർത്താവ് മാമോദീസായി തന്ന ആത്മീയ ശരീരം നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശരീരവുമായി ഒന്നാക്കി, ആ ദൈവിക ചൈതന്യം, ആ ദൈവിക പ്രകൃതി നമുക്ക് സ്വന്തമാക്കി നമ്മുടെ സ്വഭാവം ദൈവസ്വഭാവമാക്കി മാറ്റാം. അതേ, കർത്താവ് തൻ്റെ ദൈവിക സ്വഭാവം മാറ്റി, ദൈവിക സ്വഭാവം ഇല്ലാതാക്കി ശൂന്യവൽക്കരിച്ച് മനുഷ്യ സ്വഭാവം എടുത്തതുപോലെ നമുക്ക് മനുഷ്യ സ്വഭാവം ഇല്ലാതാക്കി യേശുവിൻ്റെ മനോഭാവത്തോടൊന്നായി തീർന്നുകൊണ്ട് ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന ആ ജീവിതത്തിലേക്ക്, വെറും മനോഭാവം പോരാ, ജീവിതത്തിലേക്ക് കടന്നു വരാം. എവിടെ പോയാലും, ചന്തയിൽ പോയാലും, ജോലിക്ക് പോയാലും, വീട്ടിലായാലും, നടക്കാൻ പോയാലും, രാത്രിയായാലും പകലായാലും ഓർക്കണം, ഞാൻ എൻ്റെ സ്വന്തമല്ല, എൻ്റെ കർത്താവിൻ്റെതാണ്. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, ഞാൻ എന്നിൽ വസിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് ആ ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ആ കർത്താവിന് സഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ള ആ സന്തോഷം അത് നിങ്ങളോട് ഞാൻ പങ്കുവച്ചു, ആ ശക്തി ഞാൻ പങ്കുവച്ചു, നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ ശാന്തമായി അടച്ചു. ഏതെങ്കിലും ആശയം, ഏതെങ്കിലും മൂല്യം നിങ്ങളുടെ ഹൃദയത്തെ തട്ടിയെങ്കിൽ അത് സ്വന്തമാക്കുക. വെറും കേൾവിക്കാരാകാതെ വചനം മാംസമാക്കുന്നവരായി മാറ്റൂ. ഈശോയെ, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. വാക്കുകൾ ബൈബിൾ വായിച്ച ശേഷമാണ് ഞാൻ പറഞ്ഞത്, അങ്ങയുടെ വചനമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിൽ പലർക്കും ഇന്നും ചെവി കേൾക്കാൻ മേല, ചെകിടരാണ്, ഒരു സക്കറിയായ പോലെ. ഞങ്ങളിൽ പലരും അന്ധരാണ്, അന്ധനായ മനുഷ്യനെ പോലെ. ഞങ്ങളിൽ പലരും ചലനമറ്റവരാണ്, തൊടാൻ പറ്റുന്നില്ല, കൈയനക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ തൊലി തണുത്തുപോയി, അതുകൊണ്ട് കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കാൻ പറ്റുന്നില്ല. മൂക്കടഞ്ഞുപോയി, കർത്താവിനെ മണക്കാൻ സാധിക്കുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ അങ്ങ് പ്രസംഗിച്ചപ്പോൾ പലപ്പോഴും പറഞ്ഞത്, ചെവിയുള്ളവരെ കേൾക്കട്ടെ. എല്ലാവരും അല്ലായിരുന്നു, എന്നാൽ നമ്മൾ പലപ്പോഴും ചെകിടരാണ്. ഒരു പക്ഷെങ്കിൽ പല വചനപ്രഘോഷകരും കാരിച്ചനോ ലാലുവച്ചനോ അല്ലെങ്കിൽ ബീജച്ചനൊക്കെ ശക്തമായി വചനം പ്രഘോഷിക്കുന്നു. എത്രമാത്രം നമ്മൾ ആന്തരിക ചെവി തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെകിടരായിട്ടല്ലേ കൺവെൻഷനൊക്കെ കൂടുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ചെവിയുള്ളവർ കേൾക്കട്ടെ. നമുക്കെല്ലാം ചെവിയുണ്ട്, പക്ഷേ ആന്തരിക ചെവിയുണ്ട് എന്നത് അറിയാത്ത ചെകിടരാണ് നമ്മൾ. അതെ, നമ്മൾ അന്ധരല്ല എന്ന് നമ്മൾ പറയും, കാണുന്നുവെന്ന് പറയുന്നു, പക്ഷേ കാണേണ്ടത് കാണുന്നില്ല, അന്ധതയാണ്. നമുക്ക് ഈശോയിൽ വിശ്വാസം അർപ്പിക്കാം. ആ സക്കറിയായ പോലെ വീണ്ടും കേൾക്കുന്നവർ, വീണ്ടും തൊടുന്നവർ, കാണുന്നവർ ആയി മാറാം. ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. ആ ശിശു പിറന്നപ്പോൾ വിശ്വാസം അവൻ വീണ്ടെടുക്കുകയായിരുന്നു. മാത്രമല്ല, അവന് പേരിട്ടപ്പോൾ, യോഹന്നാൻ എന്ന് പേരിട്ടപ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണത്. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. എൻ്റെ ഈ മക്കളെ
സ്നേഹപൂർവ്വം ഞാൻ ഇപ്പോൾ ആത്മന സമർപ്പിക്കുന്നു. അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് കാസായാലും പീലാസായാലും വച്ച് ഉയർത്തുന്നു. ഞാനും വിജിലച്ചനും ലളിതച്ചനും ലോകത്തുള്ള എല്ലാ വൈദികരും ഒന്നിച്ച് ഈ മക്കളെയും തിരുസഭയിലെ എല്ലാ മക്കളെയും ഒന്നിച്ചുയർത്തുന്നു. കർത്താവേ, അങ്ങ് ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് അപ്പത്തെ നോക്കി പറയുമ്പോൾ എൻ്റെ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാക്കി മാറ്റണമേ, തിരുസഭയിലെ അവയവങ്ങളാക്കി മാറ്റണമേ. ഇതെൻ്റെ രക്തമാകുന്നതെന്ന് പറയുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരിലും ആ രക്തം ഒഴുകാനാണ്, ആ രക്തത്തിൻ്റെ ജീവൻ സമർത്ഥമായി ഒഴുകാനും ഇടയാക്കണമേ. അതിനായിട്ട് സ്നേഹപൂർവ്വം ഇവരെ കൊണ്ടുവരുന്നു. കണ്ണുകൾ ശാന്തമായി അടച്ച് കൈകൾ മാറോട് വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ആ ഇൻറ്റൻഷൻസ്, ആ നിയോഗങ്ങളെല്ലാം കൊണ്ടുവന്ന് നിങ്ങളോടുകൂടെ കാസായാലും പീലാസായാലും അർപ്പിക്കുക. ഞാൻ വാക്ക് തരുന്നു, ഞങ്ങൾ അവ ഉയർത്തുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ ഉദ്ദേശങ്ങളെയും ഉയർത്തും. അത്ഭുതാവഹമായി അപ്പവും വീഞ്ഞും അവിടുത്തെ ശരീരവും രക്തമാകുമ്പോൾ നിങ്ങൾക്കും അത്ഭുതം ചെയ്യും. യേശുവിടെ ജീവൻ്റെ അദൈവിക പ്രകൃതിയിലൊന്നാകുമ്പോൾ അത്ഭുതം നടന്നേ മതിയാവും. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം.